വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വായനയെ പരിപോഷിക്കാൻ ദി നെക്ടർ ഓഫ് ബുക്സ് എന്ന പദ്ധതിയുമായി മുഹമ്മദ് മൂസിൻ MLA പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുത്ത സ്കൂളുകൾക്കും വായനശാലകൾക്കും 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിൻ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ശ്രദ്ധയുടെ ഭാഗമായാണ് വായനയെ പരിപോഷിപ്പിക്കുന്നതിനും വായനാശീലം വളർത്തിയെടുക്കുന്നതിനുമായി മണ്ഡലത്തിലെ തിരഞ്ഞെടുത്ത വിദ്യാലയങ്ങൾക്കും വായനശാലകൾക്കും പുസ്തകങ്ങൾ നൽകിയത്. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുസ്തകങ്ങൾ നൽകിയത്. ദി നെക്ടർ ഓഫ് ബുക്സ് എന്ന പേരിൽ കരിങ്ങനാട് സിൻഡിക്കേറ്റ് മാൾ കൾച്ചറൽ സെൻറ്റർ ഹാളിൽ നടന്ന പരിപാടി മുഹമ്മദ് മുഹ്സിൻ MLA പുസ്തക വിതരണം നടത്തി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വായിക്കുന്ന സമയത്തുണ്ടായിരുന്ന അനുഭവം, ഇപ്പം ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. രാവിലെ പിന്നെ അത് വായിച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, അവങ്ങനെ ഈ സൂര്യൻ ഉദിച്ചു വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ജനൽ തുറന്ന് നോക്കുമ്പോൾ ആകാശം അങ്ങനെ നീല കളറായിട്ട് നിൽക്കുന്ന എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ ഖസാക്കിൻ്റെ രവി വന്നതും ഇതൊക്കെ അങ്ങനെ നമ്മുടെ ഒരു മനസ്സിലേക്ക് അന്നങ്ങനെ ഓടിയിരുന്നത്. അതുപോലെ ഇപ്പം മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ, നിർമ്മാതളം പുത്തകാലം, ഇതൊക്കെ വായിക്കുന്ന സമയത്ത് വല്ലാത്തൊരു അനുഭവമാണ്. ആ ഒരു സമയത്ത് ഈ വായന ആ പ്രായത്തിലുള്ള നമ്മൾ വായിക്കുന്നത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നത് വലിയ രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നീട് നമ്മൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, അമേരിക്കയിലെ അടിമത്തത്തിനെതിരായിട്ടുള്ള വലിയ ഒരു മുന്നേറ്റത്തിന് ഒരു ചെറിയ ഒരു പുസ്തകം അല്ലെങ്കിൽ ചെറിയൊരു പിന്നെ കഥയാണ് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് മാറ്റിമറിച്ച് ഒരുപാട്, ഇപ്പോൾ ബൈബിളാണെങ്കിലും ഖുറാനാണെങ്കിലും ഒക്കെ വായിക്കുന്നത് ഒരുപാട് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അടക്കമുള്ളത് എത്ര വലിയൊരു സ്വാധീനത്തിലേക്ക് പോയിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം തന്നെ വായനയുമായി ബന്ധപ്പെട്ടാണ് പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ ചില്ലറ കാര്യമല്ല വായന എന്ന് പറയുന്നത്. തെരഞ്ഞെടുത്ത 26 വിദ്യാലയങ്ങൾക്കും 11 വായനശാലകൾക്കുമാണ് ആദ്യഘട്ടത്തിൽ പുസ്തകങ്ങൾ നൽകിയത്. ചടങ്ങിൽ എഴുത്തുകാരി സുധ തെക്കേമഠം മുഖ്യാതിഥിയായിരുന്നു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വായനശാല പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.